ബൽറാം നുരങ്ങാടി തുടരുന്നുണ്ട്. ബൽറാം, പൈലറ്റിൻ്റെ മരണം സ്ഥിരീകരിക്കുന്ന ഒരു പൈലറ്റിൻ്റെ ജീവൻ നഷ്ടമാവുക എന്നൊക്കെ പറഞ്ഞാൽ അത് രാജ്യത്തിന് തീർത്താൽ തീരാത്ത വലിയ നഷ്ടമാണ് ഉണ്ടാവുന്നത്. ഉറപ്പായും നമ്മുടെ തദ്ദേശീയമായ യുദ്ധവിമാനം തകർന്നു വീഴുന്നു എന്നുള്ളത് അത്രത്തോളം തന്നെ സങ്കടം. അപകടത്തിൻ്റെ കാരണത്തെപ്പറ്റി ഏതെങ്കിലും സൂചന കിട്ടുന്നുണ്ടോ ബൽറാം? ഹാഷ്മി, ഈ ഘട്ടത്തിലും അപകടത്തിന്റെ കാരണം എന്ത് എന്നത് സംബന്ധിച്ചുള്ള യാതൊരു തരത്തിലുള്ള വ്യക്തതകളോ സൂചനകളോ ഇല്ല എന്നുള്ളതാണ്. കാരണം ഈ യുദ്ധവിമാനത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് തന്നെ അംഗീകരിക്കപ്പെട്ട ഒരു യുദ്ധവിമാനമാണ്. ഏതാണ്ട് 8-ലേറെ രാജ്യങ്ങൾ നിലവിൽ ഇപ്പോൾ ഈ യുദ്ധവിമാനം വാങ്ങാൻ ഇന്ത്യയുമായി കരാറുണ്ടാക്കുകയോ അതിനായി ശ്രമിക്കുകയോ ചെയ്യുന്നുണ്ട്. US അടക്കമുള്ള രാജ്യങ്ങളിലേക്കുമായി ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ഈ സൂപ്പർസോണിക് യുദ്ധവിമാനം ഏറ്റവും ചെറിയ, ഏറ്റവും കാര്യക്ഷമതയുള്ള ഒരു ചെറിയ സൂപ്പർസോണിക് വിമാനം എന്ന വിഭാഗത്തിലാണ് ഈ തേജസ് യുദ്ധവിമാനം ഏറ്റവും ശ്രദ്ധ നേടിയിരിക്കുന്നത്. കഴിഞ്ഞ ഈ വിമാനം പറന്നുയർന്ന് ഏതാണ്ട് 24 വർഷങ്ങൾ പൂർത്തിയാകുന്നതിനിടെ ഒരു അപകടം മാത്രമാണ് ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. അതും അതിൽ പൈലറ്റ് സുരക്ഷിതമായി തന്നെ രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. അപകടത്തിന് തൊട്ടു പിന്നാലെ കഴിഞ്ഞ വർഷം ജയ്സാൽമീറിൽ ഉണ്ടായ അപകടത്തിൽ. അതുകൊണ്ട് തന്നെ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഒരു യുദ്ധവിമാനമാണ്, സുരക്ഷാ ഫീച്ചറുകളുള്ള ഒരു യുദ്ധവിമാനമാണ് ഈ തേജസ് യുദ്ധവിമാനം എന്നുള്ളത്. ആ ഒരു യുദ്ധവിമാനത്തിലാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ ഒരു അപകടം ദുബായ് എയർ ഷോ പോലെ അഭിമാനകരമായ ഒരു എയർ ഷോയിൽ വെച്ച് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇതിന് കാരണമെന്ത് എന്ന കാര്യത്തിൽ കൃത്യമായി തന്നെ പരിശോധനകൾ ആവശ്യമാണ്. അത് വ്യോമസേനയുടെ വിദഗ്ധർ, ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇക്കാര്യം പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള ഔപചാരികമായ ഒരു പ്രതികരണം ഉണ്ടാകുക. അതേസമയം പൈലറ്റിന്റെ മരണം, പൈലറ്റ് വീരമൃത്യു വരിച്ചിരിക്കുന്നു എന്ന കാര്യം ഇന്ത്യൻ സൈന്യം, ഇന്ത്യൻ വ്യോമസേന സ്ഥിരീകരിച്ചിരിക്കുന്നു. എക്സ് ഹാൻഡിലുള്ള പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം വ്യോമസേന സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ ദുബായ് എയർ ഷോയ്ക്കിടെ ഒരു അപകടമുണ്ടാവുകയും ഇന്ത്യയുടെ HAL തേജസ് വിമാനം ആ അപകടത്തിൽ പെടുകയും തകർന്നു വീഴുകയും ചെയ്തിരിക്കുന്നു എന്ന് വ്യോമസേന സ്ഥിരീകരിക്കുന്നു. ഈ വിമാനം ഓടിച്ചിരുന്ന പൈലറ്റ് ഈ അപകടത്തിൽ വീരമൃത്യു വരിച്ചിരിക്കുന്നുവെന്നും ഈ സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് വ്യോമസേന വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ദുഃഖവേളയിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നും വ്യോമസേന അറിയിക്കുന്നു. കൂടാതെയാണ് ഈ വിഷയത്തിൽ ഒരു ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന കാര്യവും വ്യോമസേന വ്യക്തമാക്കുന്നത്. ഈ എയർ ഷോയിലെ ഒരു അഭ്യാസ പ്രകടനത്തിനിടെയാണ് ഈ HAL തേജസ് യുദ്ധവിമാനം താഴേക്ക് പതിച്ചത് എന്നാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. ദുബായ് സമയം 2:10 ഈ അപകടം ഉണ്ടാകുന്നത്. നിരവധി കാണികൾ അവിടെ ഉണ്ടായിരുന്നു. കാരണം ഈ എയർ ഷോയുടെ 5ാം ദിവസമാണ് ഇന്ന്. ലോകത്ത് തന്നെ ഏറ്റവും മികച്ച എയർ ഷോകളിൽ ഒന്നാണ് ദുബായ് എയർ ഷോ. വിവിധ രാജ്യങ്ങളുടെ യുദ്ധവിമാനങ്ങൾ, അഭിമാനങ്ങളായ യുദ്ധവിമാനങ്ങൾ എത്തി അവയുടെ കഴിവ് പ്രകടിപ്പിക്കുന്ന ഒരു എയർ ഷോ കൂടിയാണ് ഈ എയർ ഷോ എന്നതുകൊണ്ട് തന്നെ ഒട്ടേറെ പേർ അത് കാണാൻ എത്തിച്ചേർന്നിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. അപകടമുണ്ടായ ഉടൻ തന്നെ എമർജൻസി സംഘം സ്ഥലത്തേക്ക് എത്തിയിരുന്നു. ദൃശ്യങ്ങൾ പുറത്തു വന്നതിൽ നിന്ന് തന്നെ പൈലറ്റ് ഇജക്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് വ്യക്തമായിരുന്നു. എങ്കിൽ പോലും താഴെ എത്തിയാലും അപകടത്തോടെ അദ്ദേഹം രക്ഷപ്പെട്ടിട്ടുണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കാഴ്ചക്കാർക്ക് എല്ലാവർക്കും തന്നെ. എന്തായാലും ഈ സുരക്ഷാ സംഘം ഉൾപ്പെടെ അവിടെ എത്തി നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് വ്യോമസേന ഇക്കാര്യം ഈ പൈലറ്റ് ഈ അപകടത്തിൽ വീരമൃത്യു വരിച്ചിരിക്കുന്നു എന്ന കാര്യം ഔപചാരികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് വിവരങ്ങൾ ഉൾപ്പെടെ വരുന്ന മണിക്കൂറുകളിൽ വ്യോമസേന ഔദ്യോഗികമായി തന്നെ പുറത്തുവിടും. നിലവിൽ ഇപ്പോൾ ഈ സംഭവത്തിൽ ഔപചാരികമായ ആഭ്യന്തര അന്വേഷണത്തിന് വ്യോമസേന ഉത്തരവിട്ടിരിക്കുകയാണ്. പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം മാത്രമായിരിക്കും, അല്ലെങ്കിൽ പ്രാഥമിക റിപ്പോർട്ടിന് ശേഷം മാത്രമായിരിക്കും അപകടത്തിന്റെ കാരണം സംബന്ധിച്ചുള്ള പ്രാഥമികമായ വിശദീകരണം, ആദ്യ വിശദീകരണം വ്യോമസേന നൽകുക. നിലവിൽ ഈ അപകടവും ഒപ്പം തന്നെ പൈലറ്റിന്റെ വീരമൃത്യുവും വ്യോമസേന സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു യുദ്ധവിമാനമാണ് തേജസ് യുദ്ധവിമാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.